നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ ചിന്തകളൊക്കെ വേറെ ലെവലാ. അനിയത്തേക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ കണ്ട് എന്റെ ഏട്ടൻ അവളോട് ക്ഷമിക്കണം. എടി, ഞാൻ നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് ഉപദേശിക്കാമെന്ന് കരുതിയ അമ്പലത്തിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ നീ എന്നെയാണല്ലോ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്കുന്നത്. ഞാനിപ്പോ അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെ ഒക്കെ നിയന്ത്രണത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്തിനാ ഉപദേശത്തിന്റെ ആവശ്യം? പിന്നെ സമാധാനം, സ്വന്തം വീട്ടിൽ കിട്ടുന്ന സമാധാനം സന്തോഷമൊക്കെ വേറെ എവിടെ കിട്ടാനാ? അപ്പോ നിനക്ക് രാഹുലിന്റെ വീട്ടിൽ പോണോന്ന് ആഗ്രഹമൊന്നുമില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. രാഹുലേട്ടൻ എന്റെ ഹസ്ബൻഡ് അല്ലേ. അദ്ദേഹം വന്ന് അങ്ങോട്ട് എന്നെ വിളിച്ചോണ്ട് പോയാൻ തയ്യാറായ എനിക്ക് പോയല്ലേ പറ്റൂ. അവൻ നിന്നെ വിളിച്ചോണ്ട് പോകാൻ തയ്യാറായില്ലെങ്കിലോ? രാഹുലേട്ടൻ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കും. നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മളും ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നീ ഇപ്പോഴും ആ പഴയ കൊച്ചുകുട്ടി തന്നെയാ. സ്വന്തമായ ഒരു ജീവിതത്തെക്കുറിച്ചൊന്നും നീ ഇപ്പോഴും ചിന്തിച്ചിട്ട് കൂടിയില്ല അല്ലേ? അങ്ങനെയല്ല ഏട്ടാത്. ചില കാര്യങ്ങളില് സങ്കടപ്പെടാൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ നേരം കാണും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഏട്ടൻ രാഹുലേട്ടനെ കുറിച്ച് സംസാരിക്കാനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്ന് എനിക്കറിയാം. അതൊരിക്കലും പോസിറ്റീവായ കാര്യങ്ങളല്ലെന്നും അറിയാം. അതെന്താ? രാഹുലുമായിട്ട് നീ എന്തെങ്കിലും സംസാരിച്ചോ? ഇനിയിപ്പോ അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? എന്നെ 2 ദിവസമായിട്ട് വിളിക്കാറേ ഇല്ല. ഇപ്പൊ ഞാൻ ആ കോളിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാറുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ ഗോകുലേട്ടാ. ഏതൊരു പെണ്ണിന് ഊഹിക്കാവുന്ന കാര്യങ്ങളെ ഇതിന്റെ പിന്നിലുള്ളൂ. അല്ല, വെറും ഊഹത്തിന്റെ പേരിൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കല്ലേ മോളെ. യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ? എന്റെ രാഹുലേട്ടന്റെയും കാര്യത്തില് എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അച്ഛനും അമ്മയ്ക്കും എന്റെ ഏട്ടനും ഉണ്ട്.